UAE നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ഫോണാണ്. ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷെ പലർക്കും ഒരു സംശയമുണ്ട്, ജപ്പാൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ജപ്പാൻ എന്താ അത്ര റേറ്റ് കുറവ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോ കമൻറ്റ് ഇട്ടിരുന്നു, ഈ TRA അതുപോലെ തന്നെ USA അതുപോലെ തന്നെ ജപ്പാൻ അതുപോലെ തന്നെ ഒരുപാട് ഫോണുകൾ, അതായത് മോഡൽ നമ്പർ ലാസ്റ്റ് ഒരുപാട് അക്ഷരങ്ങൾ പല മോഡൽസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻറ്റ് എന്താണെന്നുള്ളത് ഒരു ബ്രോ ചോദിച്ചിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ വീഡിയോസിൽ എല്ലാത്തിലും ഇങ്ങനെ പറയാറുണ്ട്, ഹോങ്കോങ് ഡബിൾ സിമ്മാണ്, അതാണ് ഇതാണ്, അങ്ങനെ ഓരോന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കൺട്രീസിൻ്റെതും ഇപ്പോൾ നിലവിലിപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ആക്കിയപ്പോൾ ഒരുപാട് കൺട്രീസിക്ക് ഒരുപാട് കോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കോഡുകളും ഏതൊക്കെ കൺട്രീസിൻ്റെ ഫോണാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ചെറിയ പ്രത്യേകതകളും എനിക്കറിയാവുന്ന പ്രത്യേകതകളും നിങ്ങൾക്കറിയാവുന്ന പ്രത്യേകതകളും, നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ മോഡൽ നമ്പർ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് വരുന്ന കോഡ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിലിട്ടു. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ഏത് കൺട്രീൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. Your attention, spending that moolah. I'm a drop top in pockets, swolla. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് തുടങ്ങാം. എന്നുള്ള കോഡ് വരുന്നത് കാനഡ. അതായത് നമ്മൾ മോഡൽ നമ്പർ കാണിച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് /A എന്ന് കാണാൻ പറ്റും. ആ /A നിങ്ങൾ കൂട്ടണ്ട, മോഡൽ നമ്പറിൻ്റെ ലാസ്റ്റ് /A വരുന്ന മുന്നായിട്ടുള്ള ആ വരുന്നത് കാനഡൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ കാനഡക്കാണ് എന്നുള്ള കോഡ് വരുന്നത്. നമ്മുടെ ഇവിടെ UAE ഒരുപാട് ഷോപ്പുകളിൽ നിങ്ങൾക്ക് കാനഡൻ്റെ പ്രൊഡക്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ഒരുപാട് വീഡിയോസിലും കാനഡ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് AB. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ AB ഏതാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അവരോട് ഞാൻ പറയുള്ളത്, നമ്മുടെ UAE അതുപോലെ തന്നെ സൗദി അറേബ്യൻ്റെ സാധനമാണ് AB വരുന്നത്. നമ്മളെല്ലാവരും പറയാറുണ്ട് TR ആണെങ്കിലും നമ്മുടെ UAEൻ്റെ സാധനം എന്നുള്ളത്. TRA എന്നുള്ള ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി എന്നാണ്. അത് നമ്മൾ സാധാരണ അതിൻ്റെ ബോക്സിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ പറ്റും TRA എന്നുള്ളത്. അല്ലാതെ നമുക്ക് അതിൻ്റെ ഫോൺ അബൌട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ UAE നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ TRA എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് AB എന്നാവും കാണാൻ പറ്റുക. ഇനി അടുത്തത് നമുക്ക് AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും UAE ആണ്. ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ. അതിൽ നമുക്ക് AE എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം UAEയും സൗദി അറേബ്യ 2 കോഡാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ പറഞ്ഞത്. അത് AE AB ഈ രണ്ടിലും വരാം. അടുത്ത് നമുക്ക് AH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹ്റൈൻ, കുവൈത്ത്. ഇപ്പോൾ നമുക്ക് കുവൈത്ത് ഇതിന് മുന്നത്തേലും ഞാൻ പറഞ്ഞു AEയിലും കുവൈത്ത് വരുന്നുണ്ട്. അപ്പോൾ ചില കൺട്രികൾക്ക് 2 കോഡൊക്കെ ഇപ്പം ഞാനിപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് Bയിൽ വരുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ, അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അയർലൻഡ്. ഈ 2 നമുക്ക് Bയിൽ വരുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രി കോഡിലുള്ള ഫോണൊക്കെ നമ്മുടെ ഇവിടെ ഒരുപാട് പേര് പലരുടെ കയ്യിലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നൊക്കെ പലരോടും നമുക്ക് UAEയിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉള്ളവരുടെ ഉണ്ട് പറയുമ്പോൾ തന്നെ വളരെ സംഭവമാണ്. അടുത്ത് നമുക്ക് BZ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നമ്മുടെ ബ്രസീലിലാണ് BZ. ചില കോഡുകൾ നമ്മുടെ കൺട്രീസിൻ്റെ പേരുമായിട്ട് നല്ല യാദൃശ്യം തോന്നും. അതായത് ഇപ്പോൾ AB, AE, അറബ് എമിറേറ്റ്സ്, AE അങ്ങനെയൊക്കെ ആയിട്ട് ചില കോഡുകൾ നമുക്ക് എത്ര ചിന്ത കഴിഞ്ഞാലും മനസ്സിലാവും ഇത് ഏത് കൺട്രീസിൻ്റെ ആണെന്നുള്ളത്. അങ്ങനെയുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് കാനഡയ്ക്ക് വരുന്നത് C ആണ്. കാനഡ ഞാൻ മുന്നേ പറഞ്ഞു ഫസ്റ്റ് Aയിൽ കാനഡ വരുന്നുണ്ട്. കാനഡ നമുക്ക് Cയിലും നമുക്ക് കാനഡ വരുന്നുണ്ട്. അടുത്ത നമുക്ക് CN ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. നമ്മൾ കാർട്ടൂൺ നെറ്റ്വർക്ക് അല്ല, നമുക്ക് സ്ലോവാക്കിയാണ് CN വരുന്നത്. അടുത്തത് CZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ചെക്ക് റിപ്പബ്ലിക്, അതാണ് CZ. അടുത്ത പിന്നെ D ജർമ്മനി. അടുത്ത DN നമുക്ക് ഹോളണ്ട്, ആസ്ട്രിയ, ജർമ്മനി. ഇപ്പോൾ നമുക്ക് ഇതിന് മുന്നേ പറഞ്ഞു Dയിലും നമുക്ക് ജർമ്മനി എന്നുള്ളത്. അതുപോലെ തന്നെ DNയിലും ജർമ്മനി വരുന്നത്. അടുത്തത് Eയിലാണ് മെക്സിക്കോ. ഇത് ചിലപ്പോൾ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആകും, പക്ഷേ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ത്രില്ലുണ്ടാവും. അടുത്തത് E എന്ന് പറഞ്ഞാൽ ഇസ്റ്റോണിയ. അതുപോലെ തന്നെ ETയും സെയിം തന്നെ കേട്ടോ, അതേ കൺട്രി തന്നെയാണ്. അടുത്ത F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ഫ്രാൻസ്. അതിൽ വലിയ ഡൗട്ടുണ്ടല്ലോ. അടുത്തത് നമുക്ക് FB എന്ന് പറഞ്ഞാൽ ലക്സംബർഗ്. അടുത്തത് നമുക്ക് FS എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡ് കേട്ടോ. അടുത്ത FDയിൽ നമുക്ക് ആസ്ട്രിയ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിറ്റ്സർലാൻഡ്. നമുക്ക് ഈ 2 കൺട്രീസാണ് FDയിൽ വരുന്നത്. അടുത്ത പിന്നെ GR നമുക്ക് തന്നെ ഗ്രീസിലാണ് GR വരുന്നത്. HB ഇസ്രായേൽ.
നമുക്കതുപോലെ തന്നെ എച്ച് എൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇന്ത്യ. അടുത്തത് നമുക്ക് IP, ഇറ്റലി. പിന്നെ ജെ പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാ വീഡിയോസിലും പറയാനുള്ളത് ജപ്പാൻ. പിന്നെ അതുപോലെ തന്നെ KH പറഞ്ഞാൽ ചൈന, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, KH ട്ടോ. പിന്നെ KN ഡെൻമാർക്ക് ഓർ നോർവേ. പിന്നെ LA നമുക്ക് വരുന്നത് പെറു, ഇക്വഡോർ, ഹോണ്ടുറാസ്, ഗോറ്റമാല, എന്തൊക്കെ പേര്, ഓരോ കൺട്രീസിൻ്റെ പേര് നമുക്ക് തന്നെ പറയാൻ കിട്ടുന്നില്ല കേട്ടോ. കൊളംബിയ, എൽ സാൽവഡോർ, അങ്ങനെ ഓരോ കൺട്രീസിന് വരുന്നത്. പിന്നെ LE വരുന്നത് അർജൻറ്റീന. പിന്നെ നമുക്ക് LL നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, USA. നമുക്ക് ഇവിടെ UAE കംപ്ലീറ്റ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് LL കിട്ടാനുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് LP പോളണ്ട്, പിന്നെ LT ലിത്വാനിയ, LV ലാത്വിയ, പിന്നെ LZ പാരാഗ്വേ ചിലി, MG ഹംഗറി, MY ഫ്രം മലേഷ്യ, NF ലക്ഷംബർഗ്, ബെൽജിയം, ഫ്രാൻസ്, PK ഫിൻലാൻഡ്, പോളണ്ട്, PL പോളണ്ട്, PM പോളണ്ട്. പിന്നെ പോളണ്ടൊക്കെ 3 കോഡിലാണ് പോളണ്ട് വരുന്നത്. PKയിൽ വരുന്നുണ്ട്, PL വരുന്നുണ്ട്, PMയിൽ വരുന്നത്. PO എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ, PP ഫിലിപ്പീൻസ്, QL ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ, QN ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഐസ്ലാൻഡ്. അടുത്ത നമുക്ക് QNയിൽ വരുന്നത് ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഐസ്ലാൻഡ്. പിന്നെ അതുപോലെ RKയിൽ നമുക്ക് വരുന്നത് കസാഖിസ്ഥാൻ. ഓക്കെ, RM റഷ്യ ഓർ കസാഖിസ്ഥാൻ. അപ്പോൾ നമുക്ക് കസാഖിസ്ഥാനിൽ 2 കോഡ് ഇപ്പോൾ വരുന്നുണ്ട്. RO റൊമാനിയ. അടുത്ത് നമുക്ക് RP റഷ്യ, RR റഷ്യ, RS റഷ്യ, RU റഷ്യ. റഷ്യ നമുക്ക് 4 കോഡിലാണ് നമുക്ക് ആപ്പിൾ ഐഫോൺ വരുന്നത്. അതായത് RO, RP, RR, RS, RU. പിന്നെ SC സെർബിയ. അടുത്ത SL സ്ലോവാക്യ. അടുത്ത് നമുക്ക് SO സൗത്ത് ആഫ്രിക്ക. പിന്നെ നമുക്ക് SU ഉക്രൈൻ. പിന്നെ ചില കൺട്രീസിൻ്റെ പേരൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്നുണ്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത പല കേൾക്കാത്ത പല പേരുകൾ ഇതിലുണ്ട്. നമുക്ക് വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് പറയാം. അടുത്തത് നമുക്ക് SU ഞാൻ പറഞ്ഞു ഉക്രൈൻ, അതുപോലെ തന്നെ T ഇറ്റലി, നമുക്ക് TA തായ്വാൻ, TU തുർക്കി, അതുപോലെ തന്നെ UA ഉക്രൈനിൽ ഇപ്പോൾ 2 വന്നിട്ടുണ്ട്. SU വരുന്നുണ്ട്, അതുപോലെ തന്നെ UAയും വരുന്നുണ്ട് ഉക്രൈനിൽ. അതുപോലെ തന്നെ ഉക്രൈനൊക്കെ നമ്മുടെ ഒരുപാട് മലയാളീസുള്ള ഏരിയയാണ്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ഈ കോഡിൽ. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഓസ്ട്രേലിയ, അതുപോലെ X വരുന്നത് ന്യൂസിലാൻഡ്, പിന്നെ Y വരുന്നത് സ്പെയിന്, പിന്നെ ZA വരുന്നത് സിംഗപ്പൂർ, അതുപോലെ തന്നെ ZD നമുക്ക് വരുന്നത് ജർമ്മനി, ബെൽജിയം, ലക്ഷംബർഗ്, നെതർലാൻഡ്, ഓസ്ട്രേലിയ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, മൊണോക്കോ. അതുപോലെ നമുക്ക് ZPയിൽ വരുന്നത് ഹോങ്കോങ്, മക്കോ. അതിൽ നമുക്ക് ഹോങ്കോങ് നമ്മൾ പലരും പറയാനുണ്ട് HK എന്ന്. അത് ഇവർ ഇടുന്ന ഒരു ഷോർട്ടായിട്ട് HK ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ. സാധാരണ നിങ്ങൾ അതിൻ്റെ കോഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ZPO വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരണം വെച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഈ സൈറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചു തന്നത്. ഇത് നമുക്ക് ആപ്പിളിൻ്റെ സൈറ്റ് തന്നെ കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പിളിൻ്റെ സൈറ്റ്. ഇതിലുള്ള എല്ലാ ഡീറ്റെയിൽസും. ഇത് കൂടാതെ ഇനി വേറെ ഏതെങ്കിലും കൺട്രീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആപ്പിളിൻ്റെ ഐഫോൺ അതായത് ഇറങ്ങുന്ന എല്ലാ കൺട്രീസും ഇതിലുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും കൺട്രീസിൻ്റെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം. അതുകൊണ്ടില്ല, നിങ്ങൾ ഇത് ആപ്പിളിൻ്റെ സൈറ്റാണ്. പിന്നെ വേറെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ USA, അതുപോലെ തന്നെ നമ്മുടെ ജപ്പാൻ, പിന്നെ ഹോങ്കോങ്, ഈ പല കൺട്രീസിന് പല പ്രൈസിലാണ് നമുക്ക് ഐഫോൺ. അതിൽ പലവർക്കും ഒരു എന്താ പറയുക, അധികം പേരും ചൂസ് ചെയ്യുന്നത് ജപ്പാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കുറവാണ്. പക്ഷെ പലർക്കും ഒരു സംശയമുണ്ട്, ജപ്പാൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ജപ്പാൻ എന്താ അത്ര റേറ്റ് കുറവ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ പ്രൈസ് കുറവെന്ന് പറഞ്ഞാൽ ജപ്പാനിൽ ടാക്സ് കുറവാണ്. നമുക്ക് ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റിന് ടാക്സ് കുറവാണ്. പക്ഷേ HK നോക്കുമ്പോൾ HKൻ്റെ കൺട്രീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സിം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ കൺട്രീസിലുള്ള ഐഫോൺ, അതായത് അവിടെ ലോഞ്ച് ചെയ്യുന്ന ഐഫോണുകൾക്ക് 2 സിം നിർബന്ധമാണ്. അപ്പോൾ അവരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൈസ് പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് ഹൈ ആണ് ടാക്സ്. അപ്പോൾ ഓരോ കൺട്രീസ് ബേസ് ചെയ്തിട്ടുള്ള ടാക്സ് നോക്കിയിട്ടാണോ അതിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഹൈയും കുറവൊക്കെ വരുന്നത്. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നു നിങ്ങൾ ക്ലിയർ ചെയ്യുക. കാരണം നമുക്ക് എല്ലതും അറിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ഞാൻ പറയുന്ന പോലെയല്ല, ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഞാനിത് ഗൂഗിളിൽ നിന്നും അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ തിരുത്താം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അറിയുന്നു പറയാൻ പറ്റില്ലല്ലോ.
ഓക്കെ. അടുത്ത പിന്നെ നമുക്ക് ജപ്പാൻ്റെ മിസ്റ്റേക്ക് എന്നത്, അതായത് ജപ്പാൻ ഓരോ കൺട്രീസ് ബേസ് ചെയ്തിട്ടാണ് ഓരോ ഐഫോണിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. ജപ്പാനിൽ എനിക്ക് അതായത് എല്ലാവരും പറയുന്നൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടർ സൗണ്ട്. അതായത് അവിടെ ഒരു നമ്മൾ പബ്ലിക് പ്ലേസിലായാലോ എവിടെ ആയിക്കോട്ടെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഷട്ടർ സൗണ്ട് മസ്റ്റാണ്. അപ്പോൾ അതിന് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടർ സൗണ്ട് നമ്മൾ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഷട്ടർ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നിങ്ങൾ US-ൻ്റെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ, അതായത് US എന്നുള്ളത് വരുന്നുണ്ടെങ്കിൽ അതും ഈ മാനുഫാക്ചറിങ് ഒക്കെ ചൈന തന്നെയാണ്. അതിൻ്റെ കൺട്രീൻ്റെ കോഡ്, അതായത് ലാസ്റ്റ് വരുന്ന കോഡിൽ വരുന്ന മാറ്റം മാത്രമേ ഉള്ളൂ. എല്ലാതും ആപ്പിളിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി നിങ്ങൾക്ക് പ്രൈസ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഏറ്റവും ടോപ്പ് പ്രൈസിലുള്ള ഐഫോണാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുകയാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കൂടുതൽ ടാക്സ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൈസാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് US-ൻ്റെ സാധനം വാങ്ങാനേക്കാളൊക്കെ പ്രൈസ് നമുക്ക് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല കൺട്രീസിൽ തോന്നിയാൽ ടാക്സ് ഹൈ ആണ്. അവിടെ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സെയിം ഐഫോൺ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഹൈ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ UAE നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ഫോണാണ്. ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, AE/A നിങ്ങൾ കൂട്ടേണ്ട, ഈ AE എന്നുള്ളതാണ് കോഡിൽ ഉൾപ്പെടുത്തുക UAE-ൻ്റെ സാധനത്തിൽ. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് AE-യിൽ UAE വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് UAE-ൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കാണിച്ചാണ്. അപ്പോൾ നമുക്ക് കൺട്രീസിൻ്റെ ഒക്കെ അത്ര മാറ്റങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരട്ടെ, നമുക്ക് കമൻറ്റിൽ തിരുത്തിയില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.